എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണ പ്രഭാഷണ പരമ്പര ഇന്ന് 27ാം ദിവസം. മണ്ഡലകാലത്ത് 41 ദിവസം ഒരു വ്രതം പോലെ കുട്ടികൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമില് മഹാത്മ്യം 5ാം അധ്യായത്തിലെ 38 മുതൽ 50 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുകയും സാരം പറയുകയും ചെയ്യുന്നത് ഗാർഗി CA എന്ന കുട്ടിയാണ്. അതിനുശേഷം ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും പാരായണം ചെയ്യുന്നത് മൈഥിലിയാണ്. രണ്ടു കുട്ടികളും നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. രാമായണ മാസത്തെ പ്രോഗ്രാമുകളിലും എല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്ന കുട്ടികളാണ്. അവരുടെ പാരൻസും വളരെയധികം ശ്രദ്ധയോടെ കുട്ടികളെ മഠത്തിലേക്ക് പറഞ്ഞയക്കുകയും ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ടും ആ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടു കുട്ടികളെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഗാർഗി CA കുഞ്ഞിനെ ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ശുക്ലാം ഭരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യഥോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിവൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോച്ചിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാ. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരാ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭ്യഃ ശുശ്രൂഷുഭിസ്തശനാദ്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാൻ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവം. പുത്രേത്രി തന്മയതയാ തരവോഭിന്നേതു തം സർവഭൂതഹൃദയ മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേഘം അധ്യാത്മദീപമതിതിദീക്ഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ
തുന്വന്തി ദിവ്യസ്തമൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാം ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്ധം ന വിദുഃസുരാസുരഗണം ദേവായ തസ്മൈ നമഃ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ വാസദാം പുരദോ മമ ഭൂതേർമഹദ്ഭിര്യൈമാ പുരോ വിഭു നിർമായശേദേദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോളം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഞാൻ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 5 ശ്ലോകങ്ങൾ 38 മുതൽ 50 വരെയാണ്. വിദ്വാംസോ യോഗനിഷ്ഠാശ്ച ജ്ഞാനിനോ ബ്രഹ്മവാദിനഃ തന്മുക്തിം നൈവ തേ പശ്യന്ത്യശാസ്ത്രസഞ്ചയാൻ തതഃ സർവൈ സൂര്യവാക്യം തന്മുക്തോ സ്ഥാപിതം പരം ഗോകർണസ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈ തഥാ തുഭ്യം നമോ ജഗത്സാക്ഷിൻ ബ്രൂഹി മേ മുക്തിഹേതുകം തച്ഛ്രുത്വാ ദൂരദഃ സൂര്യാൻ സ്ഫുടമിത്യഭ്യഭാഷത ശ്രീമദ്ഭാഗവതാ മുക്തിം സപ്താഹം വാചനം കുരു ഇതി സൂര്യവചഃ സർവൈ ധർമ്മരൂപം തു വിശ്രുതം സർവേ ബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ത്വിതം ഗോകർണോ നിശ്ചയം കൃത്വാ വാചനാർത്ഥം പ്രവർത്തിതഃ തത്ര സംശ്രവണാർത്ഥായ ദേശഗ്രാമജനായുയു പങ്ക്വന്ദവൃദ്ധമന്ദാശ്ച തേ വിപാപക്ഷയായ വൈ സമാജസ്തു മഹാൻ ജാതോ ദേവവിസ്മയകാരകാം എതൈവാസനമാസ്തായ ഗോകർണോ കഥയത് കഥാം സത്പ്രേതോപി തഥാ യാദാ സ്ഥാനം പശ്യനിതസ്തതഃ സപ്തഗ്രന്ഥിയുതം തത്ര അപശ്യത് കീചകമുച്ഛ്രിതം തന്മൂലഛിദ്രമാവിശ്യ ശ്രവണായ സ്ഥിതോ ഹൃസം പാദരൂപിസ്ഥിതം കർത്തും അശക്തോ വംശമാവിശത് വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോധാരം പരികൽപ്യ സഹ പ്രഥമസ്കന്ധതഃ സ്പഷ്ടം ആഖ്യാനം ധേനുജോകരോത് ദിനാന്തേ രക്ഷിതാ ഗാഥാ തഥാ ചിത്രം ബഭൂവഃ വംശീക ഗ്രന്ഥിഭേദോദ്ഭൂത്സ ശബ്ദം പശ്യതാം സദാം ദ്വിതീയേഘ്നി തഥാ സായം ദ്വിതീയ ഗ്രന്ഥിഭേദനം ദ്വിതീയേഘ്നി തഥാ സായം ദ്വിതീയ ഗ്രന്ഥിഭേദനം ഏവം സപ്തദിനൈശ്ചൈവ സപ്തഗ്രന്ഥിവിഭേദനം കൃത്വാ സ ദ്വാദശ സ്കന്ധ ശ്രവണാത് പ്രേതതാം ജിഹൗ. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. പണ്ഡിതന്മാർ, യോഗ സാധനയിൽ ഉറച്ചു നിൽക്കുന്നവൻ, ജ്ഞാനികൾ, വേദാന്തികൾ ഇവരെല്ലാം അനേകം ശാസ്ത്രങ്ങളിൽ തിരഞ്ഞിട്ടും ദുന്ദുകാരിയുടെ പ്രേതഭാവ നിവർത്തിക്കുള്ള മാർഗം കണ്ടെത്താനായില്ല. പിന്നീട് അവരെല്ലാവരും കൂടി ദുന്ദുകാരിയുടെ മുക്തിക്ക് സൂര്യദേവന്റെ ശ്രേഷ്ഠമായ ഉപദേശം സ്വീകരിക്കുവാൻ ചെന്നു. ഗോകർണൻ തന്റെ യോഗസിദ്ധി കൊണ്ട് സൂര്യന്റെ വേഗതയിലുള്ള യാത്ര അല്പസമയത്തേക്ക് സ്തംഭിപ്പിച്ചു. ഈ ലോകത്ത് കർമ്മസാക്ഷിയായിരിക്കുന്ന അല്ലയോ സൂര്യഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം.
പ്രേതമുക്തിക്ക് കാരണമായ ഉപായം എന്താണെന്ന് എന്നോട് പറയൂ. അത് കേട്ട സൂര്യദേവൻ ദൂരെ നിന്നും തന്നെ സ്പഷ്ടമായി ഇങ്ങനെ പറഞ്ഞു: ശ്രീമദ് ഭാഗവതത്തിന്റെ സപ്താഹ പാരായണം കൊണ്ട് മുക്തി നേടാം. ധർമ്മരൂപമായ സൂര്യഭഗവാന്റെ വചനം എല്ലാവരും കേട്ടു. സപ്രയത്നം കൊണ്ട് ഇത് ഉടൻ തന്നെ നന്നായി ചെയ്യേണ്ടതാണ് എന്ന് എല്ലാവരും പറഞ്ഞു. ഗോകർണർ പാരായണം ചെയ്യാൻ നിശ്ചയിച്ച് അതിനെ പ്രവർത്തിച്ചു. പ്രേതമുക്തിക്കായി നടത്തുന്ന ഭാഗവത പാരായണം കേൾക്കുന്നതിന് നാനാദേശങ്ങളിൽ നിന്നും ധാരാളം ജനങ്ങൾ എത്തിച്ചേർന്നു. മുകുന്ദന്മാർ, കണ്ണു കാണാത്തവർ, ബുദ്ധന്മാർ, മന്ദബുദ്ധികൾ എന്നിവർ പോലും പാപക്ഷയത്തിനായി വന്നു ചേർന്നു. ദേവന്മാർക്ക് പോലും വിസ്മയമുണ്ടാക്കുന്ന വിധം ഒരു വലിയ ജനസമൂഹം അവിടേക്ക് എത്തിച്ചേർന്നു. ഗോകർണൻ പീഠത്തിലിരുന്ന് കഥ പറയാൻ തുടങ്ങി. ഗോകർണൻ കഥ പറയാൻ ആരംഭിച്ചപ്പോൾ തന്നെ ദുന്ദുകാരിയുടെ പ്രേതം തനിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടെ എത്തി. അപ്പോൾ 7 മുട്ടുകളുള്ള ഒരു മുള കണ്ടു. കാറ്റിന്റെ രൂപത്തിലുള്ള ആ പ്രേതത്തിന് ദുന്ദുകാരിക്ക് മറ്റുള്ളവരെ പോലെ ഇരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മുളയുടെ താഴത്തെ മുട്ടിലുള്ള തുളയിൽ കയറി കഥ കേൾക്കാനായിരുന്നു. ഗോകർണൻ വിഷ്ണു ഭക്തനായ ഒരു ബ്രാഹ്മണനെ മുഖ്യ ശ്രോതാവായി സങ്കല്പിച്ചുകൊണ്ട് പ്രഥമസ്കന്ധം മുതൽ സ്പഷ്ടമായി കഥ പറഞ്ഞു തുടങ്ങി. സന്ധ്യയ്ക്ക് മുൻപ് കഥാകഥനം നിർത്തി. അപ്പോൾ ഒരു ആശ്ചര്യ സംഭവം നടന്നു. മുളയുടെ ഒരു മുട്ട് പൊട്ടി. ആ ശബ്ദം അവിടെ കൂടിയിരുന്നു. എല്ലാവരും കേൾക്കുകയും ചെയ്തു. 2-ാം ദിവസവും 3-ാം ദിവസവും സന്ധ്യയ്ക്ക് അപ്രകാരം ഓരോ മുട്ടുകൾ പൊട്ടി. ഇങ്ങനെ 7 ദിവസം കൊണ്ട് 7 മുട്ടുകളും പൊട്ടി. ആ ദുന്ദുകാരിയുടെ പ്രേതം 12-ാം സ്കന്ധ വരെയുള്ള ഭാഗവത കഥ കേട്ട് ആ പ്രേതാവസ്ഥയിൽ നിന്ന് മോചിതനായി. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. വളരെ നന്നായിരുന്നേ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ. നന്നായിരുന്നു കേട്ടോ മോളെ. മൈഥിലി. ജയരാം. എല്ലാവർക്കും നമസ്കാരം. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം कंसच्छेदन कौरवादिहननं कुन्तीसुतापालनं हेतद्भागवतं पुराणकथितं श्रीकृष्णलीलामृतम्। कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण गोविन्द नारायण हरे अच्युतानन्द गोविन्द माधव सच्चिदानन्द नारायण हरे ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കു വിനാശവൂ മിന്ന നേരമെന്നേതും അറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നാത്തും ഭവാൻ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നാത്തും ഭവാൻ മാളിക മൂക്കളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂക്കേറ്റും നാത്തും ഭവാൻ എഴുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിന്നെല്ലാവരും നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുൻപിനാൽ 3 കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും
പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുരനോടിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തോരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കിവേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി എന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. കർമ്മങ്ങൾക്കു വില നീളമാകിയ ജന്മദേശം ഈ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയാ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ. യുഗം നാളിലും നല്ലു കാലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമായെന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും അർത്ഥമെത്രേ വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം. ചത്തുപോ നേരം വസ്ത്രമതു പോലും ഒത്തിടാ കൊണ്ടു പോകാനൊരുത്തർക്കും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമീ വരും. ഏതു ദിക്കിലിരിക്കിലും തന്നെ ദാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും പരമേശ്വരൻ സാറിനും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്നായിരുന്നു കേട്ടോ. ഇന്നത്തെ ഒരു പ്രത്യേകത ഓരോ കുട്ടികളൊക്കെ ചൊല്ലുമ്പോൾ ഓരോ പ്രത്യേകതയാണല്ലോ. ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ജ്ഞാനപ്പാനയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് അതുപോലെ അനുസരിച്ച് മനസ്സിലാക്കി ജീവിക്കണം എന്ന് മോള് നന്നായിട്ട് പറഞ്ഞു തരുന്ന പോലെയാ തോന്നിയേ. കാര്യമായിട്ട് ചുമ്മാ നിങ്ങൾ ഇങ്ങനെയൊന്നും ഇരിക്കരുത്, ഇതൊക്കെ കേട്ട് നിങ്ങൾ ശരിക്കും ഒക്കെ പഠിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്ന ഒരു രീതി വളരെ സുന്ദരമായിരുന്നു കേട്ടോ. നല്ല സ്ഫുടതയോടെ നിർത്തി അതിലേക്ക് നമ്മൾ ചെല്ലും, നമ്മുടെ മനസ്സ് ജ്ഞാനപ്പാനയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ ചൊല്ലി കുഞ്ഞെ വളരെ നന്നായിരുന്നു. ഭഗവാൻ അനുഗ്രഹം കുഞ്ഞിനെ എപ്പോഴും ഉണ്ടാകും, എപ്പോഴും ഭഗവാൻ കാത്തോളും കേട്ടോ. മാച്ചേട്ടാ, താങ്ക് യു സാർ. ഗാർഗിക്കും മൈഥിലിക്കും ഗീത പ്രണാമം. ഗാർഗി ഭംഗിയായിട്ട് തന്നെ കുഞ്ഞെ ഏൽപ്പിച്ച ജോലി നിർവഹിച്ചു. അർത്ഥം പറഞ്ഞതെല്ലാം വളരെ വ്യക്തമായിരുന്നു, എല്ലാവർക്കും മനസ്സിലാകത്ത. അതുപോലെ ഭാഗവതം വായിച്ചതും മഹാത്മ്യം വായിച്ചതും വളരെ ഗംഭീരമായിരുന്നു. ഗാർഗി ഇതെല്ലാം പറയുമ്പോഴത്തേക്ക്
മൈത്രി സാറ് പറഞ്ഞ ജ്ഞാനപ്പാനയിലെ പ്രധാന ഉപദേശങ്ങള് നമ്മള് നിത്യജീവിതത്തില് കൊണ്ടുവന്നിട്ടുണ്ടാണ്. ഭാഗവതവും അത് തന്നെയാണ് പറയുന്നത്. ഭാഗവതത്തിന്റെ എല്ലാം രത്നച്ചുരുക്കമായിട്ട് തന്നെ ഈ ജ്ഞാനപ്പാനയിലും കാണാൻ സാധിക്കും. ഓരോ മനുഷ്യർക്കും ഒട്ടേറെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ടാവും. അത് ലൗകിക കർമ്മങ്ങൾ മുതൽ വൈദിക കർമ്മങ്ങൾ വരെ. നിങ്ങളുടെ ഗുരുനാഥൻ അതുപോലെയാണ് അത് അനുഷ്ഠിക്കേണ്ടത്. വൈദിക കർമ്മങ്ങളും അനുഷ്ഠിക്കും. അതിൽപ്പെടും അവയെല്ലാം. സ്വധർമ്മം എന്ന ഭാഗത്തിലാണ് ആ കർമാനുഷ്ഠാനം വരുന്നത്. അവ ഓരോന്നും ഈശ്വരാർപ്പണമായി ചെയ്യുന്നതാണ്. അതിനാണ് തപസ്സെന്ന് പറയുന്നത്. സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ശ്രേയസ്സുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഗീത അത് ഉപദേശിക്കുന്നുണ്ട്. ഫലം ഒന്നും ആഗ്രഹിക്കാതെയാണ് കർമ്മം ചെയ്യണമെന്നാണ് വീണ്ടും ഗീത ഉപദേശിക്കുന്നത്. ആ ഗീതാവചനങ്ങള് അപ്പാടെ നിർവഹിക്കുകയാണ് നിങ്ങളുടെ ബഹുമാനപ്പെട്ട ഗുരുനാഥൻ. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഗുരുനാഥനെ കിട്ടാനായിട്ടാണ് പ്രയാസം. പുത്രനെ ആത്മബോധം ഉണ്ടാക്കാൻ സഹായിക്കാത്ത പിതാവല്ല. ഭർത്താവിനെ ഈശ്വരനിലേക്ക് നയിക്കാൻ സഹായിക്കാത്ത ഭാര്യയല്ല. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് സഹധർമ്മിണി ധർമ്മപത്നി എന്നെല്ലാം നാമധേയം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം ഈശ്വരോന്മുഖമായിരിക്കണം. ഈ വളർന്നു വരുന്ന തലമുറയെ ഈശ്വരോന്മുഖമാക്കുന്നതിന് കഠിന പ്രയത്നം ചെയ്യുന്ന ഗുരുവിനെ ലഭിച്ചത് നമ്മുടെയൊക്കെ ഭാഗ്യം എന്നേ പറയേണ്ടു. സത്യം പറയുകയാണെങ്കിൽ ഈ അരമണിക്കൂറിൽ അനുഭവിക്കുന്ന ഒരു ആത്മസുഖം ബാക്കിയുള്ള 23 മണിക്കൂറിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ദിവസത്തിന് 24 മണിക്കൂറാണല്ലോ ഉള്ളത്. അതാണ് ഈ ഭാഗവത ധർമ്മത്തെ നമ്മൾ ആശ്രയിച്ചാലുള്ള ഫലം. അപ്പൊ നമ്മുടെ ജീവിതം ദിവസം മുഴുവൻ ഭാഗവത്തെ ശ്രദ്ധിച്ചാലുള്ള ഫലം എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷ കൃഷ്ണ ഏവഹീന്ന് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ കൃഷ്ണസ്വരൂപമാണ് നമ്മളെ നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കരുവായി തീർന്നത് പരമേശ്വര സാറും നേരത്തെ പറഞ്ഞ കണക്ക് ഈ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളും. എങ്ങനെ ഇവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. ഇത് കുഞ്ഞുങ്ങളെ മാത്രമല്ല, എന്നെ പോലെ അറിവില്ലാത്തവരെ ഈ ജ്ഞാനോദയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതിശയിച്ചു പോവുകയാണ് കുഞ്ഞുങ്ങളുടെ ഈ ഭാഗവത മാഹാത്മ്യപാരായണവും ആ അർത്ഥ സമ്പുഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ. ഇത് ഭാഗവതവും ജ്ഞാനപ്പാനയും തിരഞ്ഞെടുത്തത് തന്നെ വളരെ പരസ്പര പൂരകങ്ങളായിരിക്കുന്നു. ഇത് നിത്യവും പാരായണം ചെയ്യണം നിർബന്ധമായിട്ട്. സർവശ്രേയസ്സും സർവൈശ്വര്യങ്ങളും ഉത്സാഹവും കർമ്മ പൂർത്തീകരണവും ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നമസ്കാരം എല്ലാവർക്കും. നമസ്തേ സർ, സായിറാം. ആദ്യം ഗാർഗി മോളുടെ പറയട്ടെ. ഗാർഗി മോള് നന്നായിട്ട് ചൊല്ലി, നന്നായിട്ട് തന്നെ പ്രഭാഷണം ചെയ്തു. ആ ശരിക്കും നല്ല ഒരു വോയിസ് മോഡുലേഷൻ
ഞാൻ പറയാറില്ലേ, പിള്ളേരുടെ ആ ഒരു ലെവലിലല്ല അവര് പറയുന്നത്. അത്രയും നന്നായിട്ട് മോള് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ മനസ്സിൽ കാണുന്നുണ്ട് മോളത് പറയുമ്പോ ആ സപ്താഹത്തിന്റെ ഒരുക്കങ്ങളും അങ്ങേര് പറയുന്നതും ഈ മുള പൊട്ടി ആ പ്രേതം. ഞാൻ എൻ്റെ 7ാം വയസ്സിൽ കേട്ട കഥയുടെ ഒരു റിവിഷനാണ് എനിക്ക് ഇത് കേൾക്കുമ്പം തോന്നുന്നത്. വായിച്ചാൽ നമ്മൾ അത് വായിച്ചു പോകുന്നല്ലാതെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊരു വേറൊരു അനുഭവമാണ് സാറേ. വളരെ നന്നായിട്ട് പറഞ്ഞു മോള്. പിന്നെ മൈഥിലി ഇന്നലെ ഗായത്രി മോള് പാടിയ പോലെ ഇന്ന് മോളും മധുരമായിട്ട് തന്നെ പാടിയിട്ടോ. നല്ല സംഗീതമയമായിരുന്നു. നല്ലോണം സ്ഫുടമായിട്ട് ആടിയാണ് പാടിക്കൊണ്ടിരുന്നത്. സ്വയം ആസ്വദിച്ചാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുന്നത് സത്യമാണ്. ആ ഓരോ വരിയിലെയും അർത്ഥവും എല്ലാം നമ്മളിലേക്ക് പകർന്നു തരാൻ ഒത്തിരി സഹായിച്ചു. നന്നായിരുന്നു. രണ്ടുപേരും ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക് യു. താങ്ക് യു. ഗാർഗി മോളെ, മൈഥിലിക്കുട്ടി വളരെ ഗംഭീരമായിരുന്നു ഇന്നത്തെ പാരായണവും പ്രഭാഷണവും. വച്ചേട്ടൻ പറഞ്ഞ പോലെ ഇതിപ്പം 8:30 മുതൽ 9 PM വരെ നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. നിങ്ങളിത് ചൊല്ലി ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പം നിങ്ങളുടെ മുഖത്ത് കുറച്ചുകൂടി ഈശ്വര ചൈതന്യം അല്പം കൂടി കൂടിയതുപോലെ തോന്നുന്നു. അത്രയ്ക്കും ഗംഭീരമായിരുന്നു. ഞങ്ങളെ പോലെയുള്ളവരെ ഇത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മോളെ. രണ്ടു കുട്ടികളും വളരെ നന്നായി പറഞ്ഞു. ആദ്യം ജ്ഞാനപ്പാന പറഞ്ഞത് മോളെ വളരെ ഉത്തമമായിരുന്നു. നല്ല സ്ഫുടമായിട്ട് നിർത്തി ഒരു തിരക്കൊന്നും പിടിക്കാതെ എന്താ പറയാ, ശാന്തമായിട്ട് കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു. വളരെ നന്നായിരുന്നു. നല്ല ഒരു ടെൻഷനൊന്നും ഇല്ലാതെ ആ ജ്ഞാനപ്പാന എന്താണോ അതിന്റെ തത്വങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ള വിചാരത്തിലാണ് മോളത് പാടിയത്. വളരെ നന്നായി, വളരെ ഹൃദ്യമായിരുന്നു. എല്ലാ എന്താ പറയാ, ഒന്നും പറയാനില്ല. എല്ലാ മഹർഷിമാരും എല്ലാരും ചിന്തിച്ചതും ചെയ്തതും ഒക്കെ ആ ഒരൊറ്റ പാട്ടില് എഴുതിയിട്ടുണ്ട്. അത്രയ്ക്ക് ഉത്തമമാണ് ജ്ഞാനപ്പാന. അതിങ്ങനെ മോൾ ഈ പ്രായത്തിൽ തന്നെ മോക്ക് പഠിക്കാൻ പറ്റിയത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയത് അതിലും മേൽ അനുഗ്രഹം. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു വഴിത്തിരിവ് അതാണ്, നല്ല ഗുരുവിനെ കിട്ടുക. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭഗവാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയും നല്ല നമ്മുടെ സ്വാമിയാർ മഠവും നല്ല ഗുരുക്കന്മാരും ഒക്കെ കിട്ടുന്നതൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. സത്യം അതാണ്. എനിക്ക് വാക്കുകളില്ല മോളെ. വളരെ നന്നായിരുന്നു. ഗുരുവായൂരപ്പൻ ഇനി ഇതുപോലെ മോള് പാടി ഞങ്ങൾ കേൾക്കാനായിട്ട് ഭഗവാൻ അവസരം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഗാർഗി മോളെ, നല്ല വ്യത്യാസമായ പേര് മോക്ക്, ഗാർഗി. ഒരു ഗർഗമുനിയുടെ എന്താ പറയാ, ഭഗവാൻ കൃഷ്ണന് പേരിട്ടത് ഗർഗമുനി. എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. നല്ല പേര്. എന്തായാലും അച്ഛനും അമ്മയോടും പറയും നല്ല പേര്. പാരായണം ഉത്തമമായിരുന്നു മോളെ, വളരെ നന്നായിരുന്നു. ഞങ്ങളൊക്കെ ഈ പ്രായത്തില് കിടന്ന് ഈ വയസ്സിലും തപ്പും ചില വേർഡൊക്കെ എത്ര പ്രാവശ്യം വായിക്കണമെന്ന്. അത് മോള് ഈസി ആയിട്ട് കൈകാര്യം ചെയ്തു, നന്നായിട്ട് വായിച്ചു. പിന്നെ എന്താ പറയാ, ഇന്നത്തെ ആ ഭാഗത്തിലോട്ടൊക്കെ പോകാതിരിക്കുക വേണം. അത്രയ്ക്ക് മനസ്സിനെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന കഥയാ വ്യാസൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കഥയൊക്കെ പറഞ്ഞു തരുമ്പം എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആ മുളെ അത്രയും ശ്രദ്ധയായിട്ട് നമുക്കിരിക്കാൻ പറ്റില്ല. ആത്മാവ് അവിടെ പോയി മുളയെ ശ്രദ്ധയോടെ ഇരുന്നു. ഞങ്ങൾക്ക് പക്ഷെ അത്രയും ശ്രദ്ധ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത്രയും ശ്രദ്ധ നിങ്ങൾ വരുമ്പോ പറയുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് അത്രയും ശ്രദ്ധിച്ച് നമ്മൾ ഇരിക്കുന്നുണ്ടെന്ന് ഒരു സംശയം ഉണ്ട് എനിക്ക്. അത്ര നന്നായിരുന്നു മോളെ. കഥയുടെ ഭാഗവും അത്ര ഹൃദ്യമാണ്. നന്നായിട്ട് പറഞ്ഞു തന്നു. നിറയെ ഈ ഭാഗവതം മുഴുവൻ ഇങ്ങനെ പഠിക്കാൻ ഞാൻ എന്നും അതേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഇപ്പം മഹാത്മ്യത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. 6 ചാപ്റ്റർ. അത് കഴിഞ്ഞ് ഈ ഭാഗവതത്തിലെ 18,000 ശ്ലോകവും
പരമേശ്വരൻ സാർ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോളെ. 2 കുട്ടികൾക്കും എന്നും പറയുന്ന പോലെ ഓരോ ഉമ്മയും ഓരോ നമസ്കാരവും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഞാൻ പറഞ്ഞാൽ കേൾക്കോ അറിയില്ല, ഇവിടെ ഭയങ്കര കേക്കാം. നെറ്റ് പ്രോബ്ലം. എനിക്ക് ഒത്തിരി മിസ്സായി പോയി എന്ന്. എന്നാലും കേട്ടതെല്ലാം സൂപ്പർ ആയിരുന്നു. 2 മക്കളുടെയും 2 പേരുടെയും നന്നായിരുന്നു. ഗാർഗിയുടെയും നന്നായിരുന്നു, മൈഥിലിയുടെയും നന്നായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. എന്നാലും ആ കേട്ട ഭാഗങ്ങളെല്ലാം നല്ല 2 പേരും നല്ലപോലെ ശരിയായിരുന്നു. 2 പേരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇതുപോലെ ഗുരുക്കളെ കിട്ടിയ നമ്മുടെ ഭാഗ്യം എന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സായിരാം. നാളത്തെ പ്രോഗ്രാം നാളെ 28-ാം ദിവസം അധ്യായം 5-ലെ 51 മുതൽ 63 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് പാർവതി PR. അതിനുശേഷം ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും ചൊല്ലുന്നത് തീർത്ഥായശ്രമാക്കാന്ത്. 2 പേരും നേരത്തെ നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിച്ചവരാണ്. വീണ്ടും അവർക്ക് ഓരോ ചാൻസ് വന്നിരിക്കുകയാണ്. നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളാണ് 2 പേരും. അവരുടെ അച്ഛനമ്മമാരുമൊക്കെ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. നാളെ നമുക്ക് അവരുടെ പ്രോഗ്രാം കേൾക്കാം. എല്ലാവരും ഇന്നത്തെ പോലെ നേരത്തെ എത്തുക. നാളെ സൺഡേ ആണ്. സാറ്റർഡേ സൺഡേ നമുക്ക് പൊതുവെ ആള് കുറവാണ്. എന്നാൽ ഇന്ന് കുഴപ്പമില്ലായിരുന്നു. ഇന്നൊരു 50 പേരോളം 50 പേർക്ക് മേലെ ഉണ്ടായിരുന്നു. വലിയൊരു വിജയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്രയും പേരും വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി കേൾക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനിയും അത് തുടർന്നുണ്ടാകണം. നമുക്ക് നല്ലൊരു തലമുറ വരണം. പ്രത്യേകിച്ചും ഭാഗവതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ നമുക്കുണ്ടാകണം. ഇപ്പൊ നമ്മള് പല സ്ഥലത്തും ഭാഗവതം നിറയെ സ്ഥലങ്ങളിലുണ്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടൊരു ഭാഗവതം കേൾക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോ നിറയെ സ്ഥലങ്ങളിൽ എല്ലാ അമ്പലങ്ങളിലും തന്നെ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തും കുഞ്ഞുങ്ങളില്ല കേൾക്കാൻ. അതൊരു വലിയൊരു പോരായികയാണ്. അത് പരിഹരിക്കലാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഇനിയും നമുക്ക് മുന്നോട്ടുള്ള കാലങ്ങളിൽ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഒന്നാന്തരം കുഞ്ഞുങ്ങൾ. എന്താ പറയുക, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എൻ്റെ പൊന്നോമനകളാണ് ഇവരെല്ലാവരും. ഇതുപോലെയുള്ള കുട്ടികളെ കിട്ടിയാൽ പിന്നെ ഇനി അവർക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എത്ര സമയം വേണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണ്. അത്രയും നല്ല കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരുടെ പാരൻസിനെ അവിടെ എത്ര നമസ്കരിച്ചാലും പോരാ. അത്രയും നല്ല പാരൻസ്. അതുകൊണ്ട് ഇനിയും നമുക്ക് മുടങ്ങാതെ നമുക്കിത് മുന്നോട്ട് പോകണം. നമുക്കിവിടെ നമ്മുടെ മഠത്തില് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, ഒരുപാട് പഠിക്കാനും. ഒത്തിരി കോമ്പറ്റീറ്റീവ് വേൾഡാണ്, നിറയെ പഠിക്കാനുണ്ടാവും. അപ്പോ ഈ പറഞ്ഞ പോലെ സപ്താഹ വേദികളിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദിവസവും ഇരുന്നൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ആ സപ്താഹം നടക്കുന്ന തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ സപ്താഹം നടക്കുമ്പോൾ ഒരു നേരം പോയി ഒന്ന് നമസ്കരിക്കുക. കൂടുതൽ അവിടെ ഇരുന്ന് കേൾക്കാനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടില്ല, എനിക്കറിയാം. പക്ഷെ ആ വേദിയിൽ പോയി ഒന്ന് അവിടെ നമസ്കരിച്ചിട്ട് വന്നാൽ ആ ഭഗവാൻ നിങ്ങളിൽ ഏറ്റവും സന്തുഷ്ടനായിരിക്കും. അതാണിപ്പോ ഈ കഥയിൽ വരുന്നത്. അതാണ് ആ ശ്രദ്ധ, ആ ഭഗവാനിലുള്ള ശ്രദ്ധ. അപ്പോ അവിടെ ഓരോ മുള പൊട്ടി എന്ന് പറയുമ്പോൾ അതിലിരുന്ന് കേട്ട് എത്രത്തോളം ശ്രദ്ധയോടെ കേട്ടു എന്നുള്ളതാണ്. ഇനി എൻ്റെ ബാക്കി കാര്യം പറയും, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇല്ല എന്നുള്ളതിന് ഈ വരുന്ന ദിവസങ്ങളിൽ വിശദമായിട്ട് കേൾക്കാം. അപ്പൊ ആ അത്രയും ശ്രദ്ധയോടെ കേട്ടു അദ്ദേഹത്തിന് മുക്തി ലഭിച്ചു. അപ്പൊ നമ്മൾ ശ്രദ്ധാപൂർവം അവിടെ ചെന്ന് ഭാഗവതം നടക്കുന്ന സ്ഥലത്ത് എനിക്ക് ഈ പഠിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് ഇത് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഭഗവാനെ ആ ചൈതന്യത്തോടുകൂടി ഇവിടെ സപ്താഹത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരു നേരം അവിടെ പോയി നമസ്കരിച്ചാൽ തീർച്ചയായിട്ടും ഫുൾ സപ്താഹം കേട്ടതിന്റെ ഫലം നിങ്ങൾക്കുണ്ടാവും. അതിന് ഉള്ള ഒരു നിങ്ങളുടെ ഉള്ളിലൊരു തോന്നൽ ഉണ്ടാകാനാണ് ഈ സപ്താഹത്തിന്റെ മാഹാത്മ്യത്തെ ഇവിടെ പറഞ്ഞു തരുന്നത്. എന്താണ് ഭാഗവതം കൊണ്ട് നേടാവുന്നത്? ജീവിതത്തിൽ എല്ലാം നേടാം. അതാണ് അതിൻ്റെ
മാഹാത്മ്യം അത് മനസ്സിലാക്കുക. കാരണം ഇവിടെ പറയുന്നത് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെ സപ്താഹം സാധിച്ചു, ഭാഗവതം സാധിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ പിന്നെ സാധാരണ ലൗകിക കാര്യങ്ങളുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏത് ലൗകിക കാര്യവും നിങ്ങളുടെ ആഗ്രഹം ധർമ്മപരമാണെങ്കിൽ, ധർമ്മം ആയിരിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നത് ധർമ്മപരമായിരിക്കണം. ആ ധർമ്മപരമായ ഒരു ആഗ്രഹമാണെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ എല്ലാ കാര്യവും ഭഗവാൻ നടത്തിത്തരും. അച്ഛനമ്മയെ അനുസരിക്കുന്നവരായിരിക്കണം, നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, നല്ല രീതിയിൽ പെരുമാറണം, ഏറ്റവും വിനയത്തോടുകൂടി പെരുമാറണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഭാഗവതം നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഒരു സംശയമില്ല. ഇതിന് ഭഗവാൻ വഴിവയ്ക്കട്ടെ. ഈ ഒരു പാതയിൽ കൂടി സഞ്ചരിക്കാൻ നമ്മളെല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. സർ ആയിരം